ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പോക്കറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. നല്ല ഷവർമയുടെ ടേസ്റ്റിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചിക്കൻ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂണിലും കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഗരം മസാലയും കുരുമുളകിൻ്റെ പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എരിവ് അനുസരിച്ചിട്ട് ചേർക്കുക. ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ട് ഇതിലേക്ക് നാരങ്ങാനീരും ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാം. ഒരു 1-2 ടീസ്പൂണോളം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വളരെ കുറച്ച് ഓയിലൊന്ന് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ഒരു അത്ര നല്ല ഫ്രൈ ആക്കാത്ത രീതിയിലാണ് വേണ്ടത്. അപ്പോൾ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത് നന്നായിട്ട് അങ്ങ് കുക്കായിക്കോളും. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചിക്കൻ നന്നായിട്ട് ഒരു 5 മുതൽ 8 മിനിറ്റ് വരെയൊക്കെ വെന്താൽ മതിയാവും. കാരണം ഇത് ബോൺലെസ് ചിക്കനാണ്. ചെറിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഓഫാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ആക്കുന്ന പോലെ എടുക്കരുത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കുക്കുംബർ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും ക്യാബേജും ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഈ വെജിറ്റബിളിലേക്ക് മാത്രം ഉപ്പ് ചേർത്താൽ മതി. ചിക്കനിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി മയണൈസ് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ചേർത്ത് നോക്കുക. ആദ്യം 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ഒക്കെ മയണൈസ് ചേർത്തിട്ട് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പോ എരിവോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 1-2 ടീസ്പൂൺ മയണൈസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മിക്സ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വൈറ്റ് ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. വൈറ്റ് ബ്രെഡ് എടുക്കുകയാണെങ്കിൽ കുറച്ച് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഏതെങ്കിലും അടപ്പോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 ബ്രെഡ് ഒന്നിച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. 2 ബ്രെഡ് ഒന്നിച്ച് വെച്ചിട്ടാണ് ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. സ്റ്റീലിൻ്റെ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ കുക്കി കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 10 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു 5 ബ്രെഡ് പോക്കറ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒരു 1/2 കപ്പ് മൈദയും ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമായി പോകണ്ട. കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം.
ഇതിലേക്ക് ഇനി ബ്രെഡ് ക്രംസ് കൂടി വേണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ആ സൈഡ് കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഫ്രൈയിങ് പാനിലൊന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു ബ്രെഡ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത്. ഓരോ ബ്രെഡ് പോക്കറ്റും ഇതുപോലെ ആ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്രൗൺ ബ്രെഡ് ആയതുകൊണ്ടാണ് ഇത്രയും ഒരു കളറിലിരിക്കുന്നത്. ഇത് ഫ്രൈ ആക്കി എടുക്കുമ്പോഴും വൈറ്റ് ബ്രെഡ് ആണെങ്കിൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നല്ല ഭംഗിയിൽ കിട്ടും. ഇത് കുറച്ച് കളറ് കുറവായിരിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് എപ്പോഴും തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിലാക്കി എടുക്കാം. ഇതൊരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പുറമൊക്കെ ഒന്ന് മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇത് കുറച്ചൊന്ന് വീർത്ത് വരും. നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വീർത്ത് വരും. അതുപോലെ ബാക്കിയുള്ളതെല്ലാം അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് ബ്രെഡ് ക്രംസ് ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കരിഞ്ഞു പോകാതെ പെട്ടെന്ന് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ബ്രെഡെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനി കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഹാഫ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ടുള്ള ഫില്ലിങ് വെക്കുന്നത് ആ കഴിക്കുന്ന നേരത്ത് തന്നെ വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ബ്രെഡൊക്കെ അല്ലെങ്കിൽ ഒരു നനവ് പോലെയാവും. അപ്പോൾ ആ കഴിക്കാൻ നേരത്ത് ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഷവർമയുടെയൊക്കെ ടേസ്റ്റിൽ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രെഡ് പോക്കറ്റാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോടൊക്കെ ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മൾ പിസ്സയിലേക്കൊക്കെ ചേർക്കുന്ന ആ ഒരു ഡ്രൈഡ് ആയിട്ടുള്ള ലീഫ് കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കണേ. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് കൂടെ അറിയിക്കുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്